ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കാലത്തെ ഭരണസമിതിയും വെട്ടി. തന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയെന്ന് അന്നത്തെ ബോർഡ് അംഗം അജയ് തറയിൽ വിശദീകരിക്കുന്ന വാജിവാഹന കൈമാറ്റം ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമാണെന്ന് വ്യക്തമായിരിക്കുന്നു. 2017 കീഴ്വഴക്കത്തിന്റെ പേര് പറഞ്ഞ് തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയത് 2012 ഉത്തരവ് മറികടന്നാണ്. ക്ഷേത്രവസ്തുക്കൾ ദേവസ്വം സ്വത്തായി സൂക്ഷിക്കണമെന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ചട്ടങ്ങൾ ലംഘിച്ച് വാജിവാഹനം കണ്ഠര രാജീവരർക്ക് കൈമാറിയത്. എന്നാൽ ക്ഷേത്രങ്ങളിൽ പുനരുദ്ധാരണം നടക്കുമ്പോൾ പഴയ വിഗ്രഹങ്ങളും മറ്റും തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വാദവുമായി തന്ത്രി സമാജവും രംഗത്തുണ്ട്. കൊള്ളയിൽ ഇടം വലം വ്യത്യാസമില്ലാതെ പങ്കുണ്ടോ? പുറത്തുവരാൻ ഇനി എന്തൊക്കെ? ആദ്യമാർദി എക്സ്ട്രാ. 2012 ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവിലാണ് നിർണായക നിർദ്ദേശങ്ങളുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വം സ്വത്തായി നിലനിർത്തേണ്ടതാണെന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നു. അതായത് വാജിവാഹനത്തിന്റെ ഉടമ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ 2017 UDF ഭരണസമിതി എങ്ങനെയാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. കണ്ഠര രാജീവർക്ക് വാജിവാഹനം കൈമാറിയതിൽ മുൻ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ ഉരുണ്ട് കളി തുടരുകയാണ്. താന്ത്രിക വിധിപ്രകാരമാണ് തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തതെന്നാണ് അജയ് തറയിലിന്റെ നിലപാട്. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് കണ്ഠര രാജീവർ പറഞ്ഞെന്നും അജയ് തറയിൽ ആവർത്തിക്കുന്നു. വിവാദങ്ങൾക്കിടയിലും സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം SIT സമർപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്നത് കോൺഗ്രസിനെതിരായ ആയുധമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് UDF കാലത്തെ ബോർഡിനെ കുടുക്കുന്ന ഉത്തരവ് പുറത്തുവന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വാജിവാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നു. 2012 ദേവസ്വം ബോർഡ് കമ്മീഷണർ നിർണായകമായ ആ ഉത്തരവ് പുറത്തിറക്കിയത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണം എന്നായിരുന്നു തീരുമാനം. UDF ഭരണസമിതി തന്ത്രിക്ക് വാജിവാഹനം നൽകിയത് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് എന്നതാണ് വസ്തുത. SITക്കെതിരെ തന്ത്രി സമാജം തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടിലെ SIT റെയ്ഡിനെതിരെയാണ് ഈ തന്ത്രി സമാജം എത്തിയിരിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത വാജിവാഹനം തൊണ്ടി മുതലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താന്ത്രിക വ്യവസ്ഥകൾ പ്രകാരം വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. പഴയ തന്ത്രിമാരുടെ വീടുകളിലെല്ലാം ഇത്തരത്തിൽ വസ്തുക്കൾ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. തന്ത്രിയിലും മേൽശാന്തിമാരിലും കുറ്റം ആരോപിക്കുന്ന രീതി സംശയാസ്പദമാണ്. വേറൊന്നും കിട്ടാത്തതുകൊണ്ട് തന്ത്രി കണ്ഠര രാജീവരെ ജയിലിൽ കിടത്താനുള്ള ശ്രമം നടക്കുന്നു എന്നതുമാണ് ആരോപണം. നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു SIT. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണം പൂശിയ ചെമ്പുപാളികളുടെയും പരിശോധനാ ഫലം കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം നിർണായകമായിരിക്കും എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് ക്രമക്കേടിൽ പരിശോധന നടത്തിയ വിജിലൻസ് 33 ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയായിരുന്നു പരിശോധന. സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും വിവിധ ഇടങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. വിൽപ്പന നടത്തിയതിൽ 36 ലക്ഷം രൂപ ദേവസ്വം ബോർഡിലേക്ക് നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. സനീഷ്, ഇതിപ്പോൾ എന്താണ് അന്വേഷണം ഓരോ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും പലരും ഇപ്പോൾ കുറ്റക്കാർ എന്നുള്ളതല്ല നമുക്ക് പറയാനാവുക, വീഴ്ച അത് പല ഭാഗങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഈ ചില പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം നമുക്കതിലേക്ക് വരാം. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് കണ്ഠര രാജീവരർ പറഞ്ഞെന്നാണ് ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം മുൻ ബോർഡ് അംഗം അജയ് തറയിലിൻ്റെ ന്യായീകരണം. 2012 അവ്യക്തമായ ഉത്തരവായിരുന്നു. അതേക്കുറിച്ച് ബോർഡിലെ ഉദ്യോഗസ്ഥരാരും അന്ന് പറഞ്ഞിരുന്നില്ല എന്നും അജയ് തറയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. ആ തന്ത്രി ഏൽപ്പിച്ച സ്ക്രീൻഷോട്ട് അന്നത്തെ എല്ലാ TV-യിലും വന്നതാണ്, പത്രങ്ങളിൽ വന്നതാണ്. അത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്ത്രി പറഞ്ഞു, എൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു, ഞാൻ ദേവസ്വം ബോർഡിൽ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെ കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് രഹസ്യമായിട്ടല്ല വാജിവാഹനം കൈമാറിയത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കേണ്ടെന്ന് K മുരളീധരനും പറഞ്ഞു. എന്തുണ്ടെങ്കിലും അന്വേഷിക്കേണ്ടതെന്ന് 50 കൊല്ലം മുമ്പുള്ളത് കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതലുള്ള കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കവർച്ച ഇല്ലാതാവില്ലല്ലോ.
ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ശബരിമലയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആരുടെ കാലത്താണെങ്കിലും അത് അന്വേഷിക്കണം. അത് അന്വേഷിച്ചിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമില്ല. വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ, അത് ഉരുക്കി വിറ്റിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് തന്ത്രിയെ കൂടുതൽ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഹരീഷ്, ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളാണല്ലോ, രാഷ്ട്രീയ നിയമനങ്ങളിലൂടെ വരുന്ന ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആയിട്ടുള്ളവരൊക്കെ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതായത് അവരെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കുകയാണല്ലോ ഇത് നോക്കിക്കൊള്ളണം എന്നത്. അതിലിവർക്കെല്ലാം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഇടപാട് എന്ന മട്ടിൽ ഇവർ ഇതെല്ലാത്തിനും നിന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു പരസ്യമായിട്ടാണല്ലോ അത് കൊടുത്തതെന്ന്. പരസ്യമായിട്ടാണ് അവിടുത്തെ കട്ടളപ്പാളി ഇളക്കി കൊടുത്തിരിക്കുന്നത്, പരസ്യമായിട്ടാണ് അവിടുത്തെ വാതിലിളക്കിയിരിക്കുന്നത്. ഈ മറ്റ് സംഗതികളെല്ലാം ഈ പറഞ്ഞ ദ്വാരപാലക ശില്പം ഇളക്കിയിരിക്കുന്നത് പരസ്യമായിട്ടാണ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പരസ്യമായിട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് നടക്കുക എന്നുള്ള ഒരു തോന്നലിൽ ഇതിലേതെങ്കിലും ക്രമക്കേട് ആരോപിച്ചത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തന്ത്രി ഈ മൊത്തം സംവിധാനത്തിന് പൂട്ടിടും എന്നുള്ള ഒരു ചിന്തയിലും ഒക്കെ ആയിരിക്കാം ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. അത് വീഴ്ച തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. മോഷണം ഒരു വഴിക്കും വീഴ്ച മറ്റൊരു വഴിക്കും സംഭവിച്ചു എന്നായിരിക്കും തോന്നുന്നു. അങ്ങനെ തന്നെയായിരിക്കും ഹർഷ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം. ഹർഷൻ ഈ പറഞ്ഞു തന്നെയാണ്. അതായത് ഒന്ന് ഇദ്ദേഹം ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഒന്ന് CPM-ൻ്റെ നേതാവായിട്ടുള്ള പത്മകുമാർ പോലും ദൈവതുല്യൻ എന്നാണ് തന്ത്രിയെപ്പറ്റി പറഞ്ഞത്. അത് തന്ത്രിയെ പറ്റിയാണെന്ന് ഇപ്പം നമുക്ക് ഉറപ്പിക്കാമല്ലോ, വെറുതെ അതിൻ്റെ മുകളിലുള്ള ഗ്യാസും പുകയൊന്നും ഇനി ഉണ്ടാകേണ്ടല്ല. തന്ത്രിയെ പറ്റിയാണ്. CPM-കാരനായിട്ടുള്ള പത്മകുമാർ പോലും ദൈവതുല്യൻ എന്ന് വിശേഷിപ്പിച്ച ആൾ അജയ് തറയിലിനെ പോലെ വിശ്വാസിയായിട്ടുള്ളൊരു, അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെ വിശ്വാസിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ മുന്നിൽ വളരെ വന്ധ്യനായിട്ടുള്ള ഒരാളായിരിക്കും. തന്ത്രി എന്ന് വെച്ചാൽ ആ ഏരിയയിലെ ഈ ശബരിമലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം എന്ന ബഹുമാന്യത കൊടുക്കുന്ന ആളാണല്ലോ അദ്ദേഹം പറയുകയാണ് വാജിവാഹനം എനിക്ക് അവകാശം എൻ്റെതാണ്, എൻ്റെ കൈവശം വെക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് സംശയിക്കുന്നത്? അജയ് തറയിൽ എന്തിനാണ് സംശയിക്കുന്നത് കൊടുക്കാൻ? ഫോട്ടോ എടുത്ത് പരസ്യമായിട്ട് കൊടുക്കുകയാണ്. കാരണം അതാണ് ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അതാണ് രീതി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതല്ല രീതി, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, നാളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യവും പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അജയ് തറയിലിൻ്റെ മുന്നിലില്ല. പ്രയാർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ പറയാനില്ല. അജയ് തറയിൽ പക്ഷേ ഇപ്പോൾ നമ്മളോട് ഇന്ന് വാർത്താ സമ്മേളനം കാണുമ്പോൾ അജയ് തറയിൽ വിശ്വാസത്തോടെയാണ് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുന്നത്, അതിൽ എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ഉണ്ടെന്ന് എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തു. മറ്റു കാര്യങ്ങൾ ഇപ്പോഴല്ലേ വരുന്നത്, അന്ന് വാർത്തയിലൊക്കെ വന്നതാണ്. ഇത് പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിനും ബാധകമാണ്. ഞാൻ പറയുന്നത് സ്വർണ്ണക്കൊള്ള വേറൊരു വിഷയമാണ്. പത്മകുമാറും വാസുവൊക്കെ ഉള്ള ആളുകൾ അക്കാര്യത്തിൽ വിചാരണക്കും മറ്റ് നടപടികൾക്കും വിധേയമാകട്ടെ. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞല്ലോ ഈ തന്ത്രിയെ കുടുക്കിയിട്ട് മന്ത്രിയെ പ്രശ്നത്തിലാക്കാനാണ് എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇതേ അജയ് തറയിലിന് കൊടുക്കാവുന്ന നിഷ്കളങ്കത നമ്മൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ കൊടുക്കേണ്ടി വരുമെന്ന പ്രശ്നമേ ഉള്ളൂ, മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ. അല്ലേ? കാരണം അവിടെ ഈ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ട് ഇടപെടേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും തന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യും, തന്ത്രി കുഴപ്പം കാണിക്കും. ബാജി വാഹനം എന്നത് അത് ഉരുക്കിയാൽ ഉണ്ടാകാവുന്ന മൂല്യത്തേക്കാൾ വലിയ, നമ്മൾ ഇന്നലെ പറഞ്ഞത് സ്വർണ്ണമലയുടെ മൂല്യം, അതേക്കാൾ മൂല്യമുള്ള ഒരു വിശ്വാസ സംഗതിയായിട്ട് നിൽക്കുമ്പോൾ അതിനെ ധനാഗമന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പുറത്തു കൊണ്ടുപോവുക, അത് വെച്ച് തട്ടിപ്പ് നടത്തുക. നമുക്കിതൊന്നും ഉറപ്പില്ല, പക്ഷേ അങ്ങനെയൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. അപ്പോൾ അത് ചെയ്യുമെന്ന് ആരാ വിചാരിക്കുക തന്ത്രിയെ പറ്റിയിട്ട്? താഴമൺ കുടുംബം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധ്യരായിട്ടുള്ള ആളുകളെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതുന്ന ഈ മന്ത്രിക്കൊക്കെ ആ എക്സ്ക്യൂസ് കൊടുക്കുന്നത്, രാഷ്ട്രീയ നേതാക്കൾക്ക് ആ എക്സ്ക്യൂസ് കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ പറയുന്ന പത്മകുമാറിൻ്റെയും വാസുവിൻ്റെ അല്ല. പക്ഷേ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ അജയ് തറയിലുള്ള എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ട, എല്ലാ ദിവസവും പറയുന്നതാണ്. ഒരു കാര്യമുള്ളത്, 2 സംഭവങ്ങൾ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഒന്ന്, ഈ തട്ടിപ്പ് സ്വർണ്ണക്കൊള്ള അതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. 2, ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വേണ്ട കണ്ടന്റ് നിർമ്മാണം. ഇതാണ് ഈ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു പ്രശ്നമാണ്. ഇതൊരു കണ്ടന്റ് നിർമ്മാണത്തിൻ്റെ സംഗതി കൂടിയായിട്ട് നിർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇത് ആ നിലയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ കണ്ടന്റ് നിർമ്മിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വിഷയത്തിൽ പറഞ്ഞതുപോലെ, കണ്ടന്റ് നിർമ്മിച്ച് തുടങ്ങിയത്, അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഈ പോറ്റിയെ കയറ്റിയ പാട്ട് തൊട്ട് ഏറ്റവും ഗംഭീരമായിട്ട് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിയ ആ കണ്ടന്റ് നിർമ്മിച്ച് തുടങ്ങി അവർ സക്സസ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവർക്കെതിരെ കൂടെ കണ്ടന്റ് വരാവുന്ന നിലയായി. ഇപ്പോൾ ശബരിമല വിഷയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുകയും പ്രചാരണ വിഷയമാവുകയും ചെയ്യും. പക്ഷേ അത് സമാസമമായിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും പ്രയോഗിക്കപ്പെടുക. നിങ്ങൾക്ക് പത്മകുമാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ അജയ് തറയിലുണ്ട് കേട്ടോ എന്ന് പറയുകയും, അടുത്ത ഘട്ടത്തിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു, KC വേണുഗോപാലിന് ഇതിനകത്ത് യാതൊരു പങ്കാളിത്തം ഉണ്ടാവില്ല. പക്ഷേ KC വേണുഗോപാലാണ് ദേവസ്വം മന്ത്രി. അവിടേക്ക് പോകുമ്പോൾ ഇവിടേക്കും വരും. നമ്മളത് കാണാൻ പോവുകയാണ്. അന്വേഷണം
കോടതിയുടെ മേൽനോട്ടത്തിൽ വൃത്തിക്ക് നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം. ഈ ആരാണോ തട്ടിപ്പ് നടത്തിയ ആൾ അവർ ശിക്ഷിക്കപ്പെടും എന്ന ഒരു ആത്മവിശ്വാസം പൊതുജനത്തിനാകെ തന്നെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ കണ്ടന്റ് നിർമ്മാണം രണ്ടുപേരും ചേർന്ന് നടത്തും. ആദ്യം UDF മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ LDF ഓടിപ്പിടിച്ച് അവർക്കൊപ്പം എത്തിക്കഴിഞ്ഞാൽ ആരാണ് മുന്നിൽ ജയിക്കുക എന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനെയാണല്ലോ. നമ്മൾ ചില ഈ ബോസുമാരെ കണ്ടിട്ടില്ലേ, ആദ്യം പറയുന്നത് വിശ്വസിക്കുന്ന അതായത് ആദ്യം പറയുന്ന ആൾ പറയുന്നതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത് രീതിയാക്കിയിട്ടുള്ള ചിലരുണ്ട്. രണ്ടാമത് പറയുന്ന ആൾ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് രീതിയാക്കിയുള്ള ചിലരുണ്ട്. അതൊക്കെ വ്യക്തികളുടെ ചില സവിശേഷതയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ കണക്കാക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് ജനങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ. കാരണം ജനങ്ങൾ പല തരത്തിൽ ഇതിനെ എല്ലാം കണക്ക് കൂട്ടി അവരും താരതമ്യം ചെയ്ത് ചിലർ ചിലപ്പോൾ ആദ്യം പറഞ്ഞതിൽ വീഴും, ചിലർ അവസാനം പറഞ്ഞതിൽ വീഴും, ചിലർ രണ്ടും താരതമ്യം ചെയ്തിട്ട് ഇത് ഏതാണ് വസ്തുത എന്നത് തിരിച്ചറിയാൻ ശ്രമിക്കും. പറയാൻ കാര്യങ്ങളുണ്ടായാൽ മതി. അപ്പോൾ ഈ വിഷയം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ഏറ്റവും മികച്ച കണ്ടന്റായി തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശബരിമലയാണ് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മാസങ്ങളായി ചർച്ചാ വിഷയം. ശബരിമലയെ സംബന്ധിച്ച എന്തും രാഷ്ട്രീയമായി മാറുന്നതാണ് കാഴ്ച. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും പോറ്റിയെ കയറ്റിയതുമെല്ലാം പ്രചാരണ വിഷയമാക്കി നേട്ടമുണ്ടാക്കിയവരാണ് UDF. തദ്ദേശ ഫലത്തിന് ശേഷവും സ്വർണ്ണക്കൊള്ള വിഷയം സജീവമാക്കി നിലനിർത്താൻ കോൺഗ്രസ് ശ്രമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ഈ വിഷയം ചർച്ചയാക്കി നേട്ടമാക്കാമെന്ന വിലയിരുത്തലിലായിരിക്കും ആ നീക്കം ആരംഭിച്ചിട്ടുണ്ടാവുക. പക്ഷേ വാജിവാഹന കൈമാറ്റവും കൊടിമരം പുതുക്കലും എല്ലാമായി കോൺഗ്രസും ശബരിമല കൊള്ളയുടെ ചിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇപ്പോൾ ഇടതുമുന്നണിയും ശ്രമിക്കുന്നു. UDF കാലത്തെ ഭരണസമിതിയും കുരുക്കിലാകുന്ന സാഹചര്യം അങ്ങനെ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി UDFന് എത്രത്തോളം നേട്ടമുണ്ടാക്കാനാകും എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം. കാരണം ഇരുപക്ഷവും വാള് കൈവശപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിന് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ തങ്ങൾക്ക് നേരെയും വിരലുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ UDFനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഈ സ്വർണ്ണക്കൊള്ള ഉയർത്തുന്നതിൽ അവർക്ക് പ്രതിസന്ധിയായേക്കാം.